ഇപ്പോൾ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി നമുക്ക് വിചാരിക്കാം. ശ്രീ അനിൽകുമാർ, ഒരു സംസ്ഥാനത്തിന് പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. കേരളത്തിന് നമ്മൾ പഠിച്ചിട്ടുള്ളത് സുശക്തമായ കേന്ദ്രവും അതോടൊപ്പം തന്നെ ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നുള്ളതാണ്. കേരളം ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്നെ ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. ഒരു സഹായവും നൽകുന്നില്ല. ദുരന്തമുഖത്ത് പോലും കാണിച്ച ക്രൂരത കണ്ടതാണ്. ഇന്ന് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നിയമസഭയ്ക്ക് ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നത്. ഒപ്പം എടുത്തു പറയേണ്ടതാണ്, ഒരു വരി മിണ്ടാത്ത, കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒരു വരി മിണ്ടാത്ത പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഒരുപക്ഷേ മന്ത്രി MB രാജേഷ് എന്ന് പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷം ജനങ്ങളുടെ എതിർപക്ഷമാണ്. എങ്ങനെ വിലയിരുത്തുന്നു ഈ നിലവിലെ സാഹചര്യങ്ങളെ? ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ രണ്ടാം സർക്കാരിനെ ശ്വാസം മുട്ടിക്കുക എന്നത് BJPയുടെ ദേശീയ നയമാണ്. എല്ലാ ഗവൺമെന്റുകളോടും എടുക്കുന്ന സമീപനത്തിന്റെ തുടർച്ചയായി കേരളത്തിൽ ആക്രമണോത്സുകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം കേരളം ഇന്ത്യയിൽ കോൺഗ്രസും BJPയും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ ബദലാണ്. ഈ ബദലിനെ തകർത്ത് ഒരു കോർപ്പറേറ്റ് കേന്ദ്രീകൃത മുതലാളിത്ത വികസന പാതയിലേക്ക് കേരളത്തെ നയിക്കുക എന്നതാണ് അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യ രാജ്യത്തെ സമ്പന്ന വർഗം ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയാണ് കേരളത്തിന് നൽകേണ്ട ആനുകൂല്യങ്ങൾ തരാതിരിക്കുന്നത്. ഹലോ, ശരി അനിൽകുമാർ തുടരാം. അതിനുവേണ്ടിയാണ് നമ്മൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ തരാതിരിക്കുന്നത്. അപ്പൊ ഈ നിലയില് കഴിഞ്ഞ ഒരു ബഡ്ജറ്റ് വന്നപ്പോൾ കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് ഒരു ചെറുവാക്ക് കൊണ്ടുപോയി ന്യായീകരിക്കാനാവാത്ത വിധമുള്ള ദുരന്തമായി മാറി കേന്ദ്ര ബഡ്ജറ്റ്. ഒരു ബഡ്ജറ്റ് തന്നെയാണ് ദുരന്തമായി മാറുന്നത്. സംസ്ഥാനത്തിന് പറഞ്ഞു നിൽക്കാൻ പോലും ഒരു പിടിവള്ളിയില്ല. കേന്ദ്രമന്ത്രിമാർക്ക് ഒരു പത്രസമ്മേളനത്തിൽ പോലും വിശദീകരിക്കാൻ പറ്റുന്നില്ല. ഇതിലെന്തോ വലിയ സംഭവം വരുന്നെന്ന് പറഞ്ഞ് BJPയുടെ ആഫീസിൽ മാധ്യമപ്രവർത്തകർ തമ്പടിച്ചപ്പോൾ അവിടെയുണ്ടായ BJP നേതാക്കന്മാരുടെ മുഖത്തെ നിരാശ. ഇന്ത്യ രാജ്യത്തെ BJP കേരളത്തിലെടുക്കുന്ന സമീപനം എന്താണെന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ BJP നേതൃത്വത്തിന് മനസ്സിലായി കേരളം അവരുടെ കയ്യിൽ വരുന്നില്ല, കയ്യിൽ ഒതുങ്ങുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് പണമില്ല, ഇതാണ് അവരുടെ വാദം. ഇതിനെതിരായി ഒരു അക്ഷരം മിണ്ടാൻ സമരത്തിന് ഞങ്ങളില്ല, പ്രതിഷേധിക്കാൻ ഞങ്ങളില്ല. എങ്ങാനും ഒരു 10 രൂപ കേരളത്തിന് കൂടിപ്പോയാൽ ഇന്നത്തെ LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കുറെ കൂടെ മെച്ചമുണ്ടാകുമല്ലോ, ക്ഷേമത്തിൽ കുറെ കൂടെ മെച്ചമുണ്ടാകുമല്ലോ, അത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് തടസ്സമാക്കുമല്ലോ എന്ന ഭയമാണ് അവരെ ഭരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷം നാണം കെട്ട ഗതികെട്ട BJPയുടെ പിന്താങ്ങിയ പ്രതിപക്ഷമായി അകത്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ണു തുറന്ന് കാണണമെന്ന് കേരളീയ പൊതുസമൂഹത്തോട് പറയാൻ കഴിയുന്ന വിധമാണ് ഇന്ന് കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. ശ്രീ അനിൽകുമാർ, ഒരുപക്ഷെ ഈ കേന്ദ്ര സർക്കാർ അത് നാളുകളായി തുടരുന്ന അവഗണനയാണ്. കേരളത്തെ എങ്ങനെയൊക്കെ ഞെരുക്കാമോ അത്തരത്തിൽ ഞെരുക്കുന്നു. പക്ഷേ ഇവിടെ 4 വോട്ടിന് വേണ്ടി തന്നെയാണോ ഇവർ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ MB രാജേഷ് പറഞ്ഞത് തന്നെയാണ്, കേരളത്തിനൊരു പ്രതിപക്ഷം, അത് പ്രതിപക്ഷമാണോ ഇവർ എതിർപക്ഷമല്ലേ കേരളത്തിലെ ജനതയ്ക്ക്? ജനങ്ങൾക്കെതിരല്ലേ ഈ വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ LDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി എടുക്കുന്ന നിലപാടുകൾ അക്ഷരാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തെ തന്നെ ജനങ്ങളെ തന്നെ മുക്കിക്കൊല്ലുകയല്ലേ? ഇതല്ലേ ശരിക്കും ചർച്ച ചെയ്യേണ്ടത്? അതെ, ഇതില് തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ രാജ്യത്തെ മറ്റൊരു സംസ്ഥാന ഗവൺമെന്റുകളുമായി താരതമ്യമില്ലാത്ത ഉയരത്തിലാണ് ക്ഷേമത്തിന്റെയും വികസനത്തിന്റെയും കാര്യത്തിൽ കേരളം, മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കേരളം. ഈ 3 ഗുണങ്ങളാണ് ഇന്ത്യയിലെ മറ്റെല്ലാ ഗവൺമെന്റുകളിൽ നിന്നും, കർണാടകയാവട്ടെ, ഹിമാചലാവട്ടെ, തെലങ്കാനയാവട്ടെ, ബംഗാളാവട്ടെ, ഏത് പ്രതിപക്ഷ ഗവൺമെന്റുകളെക്കാളും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ അടയാളപ്പെടുത്തുന്നത് ബദലാണ്. ഇവിടെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ ഒരു പരിപാടിയുമില്ല. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പൊതുമണ്ഡലത്തിൽ ഇടതുപക്ഷ നേതൃത്വത്തോട് ചെയ്യുന്ന ഏറ്റവും മികവാർന്ന പ്രവർത്തനം അതാണ്. അതിനെ ആ നിലയിൽ കണ്ടുകൊണ്ടാണ് ഈ സർക്കാരിനെ തകർക്കുക എന്ന് പറയുന്നത് ആഗോളവൽക്കരണ ശക്തികളുടെ അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ഇത് തുറന്നു കാട്ടപ്പെടുകയാണ്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം ഒളിച്ചോടുന്നു യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളിൽ നിന്ന്. അവരെവിടെ പോയി വിളിക്കാനാണ്? ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒളിച്ചോടുന്ന പ്രതിപക്ഷത്തിന് എവിടെ പോയി വിളിക്കാനാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ? ഇതല്ലേ കാണുന്നത്? അടിയന്തര പ്രമേയം അവതരിപ്പിക്കാതെ ഒളിച്ചോടുന്ന പ്രതിപക്ഷം, ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീകുമാർ, മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. അതായത് കേരളത്തിൽ ഈ വികസനം കഴിഞ്ഞ 10 വർഷക്കാലത്ത് വികസനം ചർച്ച ചെയ്യപ്പെടരുത്, വിവാദം തന്നെ ചർച്ച ചെയ്യപ്പെടണം, ആ കനകോലു സിദ്ധാന്തം അതാണോ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം? വിവാദം വേണ്ട, വികസനം മതി എന്നായിരുന്നു ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് പിണറായി സർക്കാർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. അന്ന് അതിനെ പരിഹസിച്ചവരുണ്ട്, പരിഹസിച്ച് തള്ളിയവരുണ്ട്. ഇപ്പൊ കാര്യങ്ങൾ വ്യക്തത വന്നിരിക്കുന്നു.
വികസനം യാഥാർത്ഥ്യമായി. എങ്കിലും വിവാദങ്ങൾ കൊണ്ട് വികസനത്തെ മറച്ചു വെക്കാനാകുമോ എന്ന പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത്തരമൊരു പരീക്ഷണത്തിനും ചെവി കൊടുക്കില്ല കേരളം. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്.